തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതുവൈപ്പിൻ ബീച്ചിലെ ഒരു ഈവനിങ് വൈബാണ് ഇന്നത്തെ വീഡിയോ. കൊച്ചിയിലെ പ്രധാന ബീച്ചുകളിൽ ഒന്നാണ് പുതുവൈപ്പിൻ. കൊച്ചി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ദ്വീപസമൂഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കൂടിയാണ് പുതുവൈപ്പിൻ. പുതുവൈപ്പിൻ ബീച്ച് ഉണ്ടായത് 1334 അന്ന് ഇത് വളരെ ചെറിയൊരു കര മാത്രമായിരുന്നു. എന്നാൽ 1950 കടലിറങ്ങി ഇത്രയും കര ഇവിടെ ഉണ്ടായി വന്നത്. അങ്ങനെ പുതിയതായിട്ട് കര ഉണ്ടായി വന്നതുകൊണ്ടാണ് പുതുവൈപ്പിൻ എന്ന പേര്. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് പുതുവൈപ്പിൻ ബീച്ച്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വെഡ്ഡിംഗ് വീഡിയോ ഷൂട്ട് ചെയ്തതും ഇവിടെയാണ്. അന്ന് വളരെ ആളൊഴിഞ്ഞൊരു പ്രദേശമായിരുന്ന വൈപ്പിൻ ബീച്ചിലെ ഇപ്പോഴത്തെ തിരക്കാണ് അതിശയിപ്പിക്കുന്നത്. അന്നിവിടെ വരുമ്പോൾ ഒരു തിക്കും തിരക്കില്ലാത്ത അത്യാവശ്യം വൃത്തിയുള്ള ഒരു ബീച്ചായിരുന്നു ഇത്. ആളുകളുടെ വരവ് കൂടിയതനുസരിച്ച് മാലിന്യത്തിന്റെ അളവും കൂടി വരുന്നു. പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. കൂടാതെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രോബ്ലം. നമ്മുടെ ടൂറിസം മേഖലയൊക്കെ നശിപ്പിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് ഉള്ളത് പുതുവൈപ്പിനിലാണ്. അതും ഒക്ടാഗണൽ ഷേപ്പിൽ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി പുതുവൈപ്പിൻ ബീച്ചിനുണ്ട്. കൂടാതെ ഇവിടെ വരുന്ന സന്ദർശകർക്ക് ചെറിയൊരു എൻട്രി ഫീ കൊടുത്ത് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാവുന്നതാണ്. എല്ലാ മൺഡേയും അവധിയാണ്. അപ്പോൾ ലൈറ്റ് ഹൗസ് കാണാനായി വരുന്നവര് അത് ശ്രദ്ധിച്ചിട്ട് വരേണ്ടതാണ്. ഫാമിലിയുമായിട്ട് വീക്കെൻഡ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അങ്ങനെയുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി ബീച്ചാണ് പുതുവൈപ്പിൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.